ബി.ജെ.പിയുടെ പെർഫോമൻസാണ്. ഇപ്പം ഈ കേരളത്തിൻ്റെ തലസ്ഥാന നഗരം ബി.ജെ.പിയുടെ മേയർ ഭരിക്കാൻ പോകുന്നു എന്നതാണ്ട് വിചാരിക്കണം. കാരണം 50 സീറ്റിൽ അവരെത്തി, അവർക്ക് എന്തായാലും ഭരണസമിതി ഉണ്ടാക്കാൻ പറ്റിയേക്കും. അതുകൊണ്ട് കേരളത്തിൽ ബി.ജെ.പി ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെന്ന് പൊതുവായി വായിക്കാൻ പറ്റുമോ? അതോ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ സ്ഥാനത്തിൻ്റെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ മാത്രമാണോ അവിടുത്തെ ഭരണം നേട്ടം? അതിനപ്പുറത്തേക്ക് ബി.ജെ.പിക്ക് കാര്യമായ വളർച്ച ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല രാജീവിൻ്റെ നേതൃത്വത്തിലാണോ കാണാൻ പറ്റുക? അല്ല, എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തിരുന്നു. അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിലമ്പൂർ ഇലക്ഷൻ കാലത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കൂടുതലായി, നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി വേണോ വേണ്ടെന്നുള്ള ചർച്ചയിലായിരുന്നല്ലോ. അവർ പൂർണ്ണമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ രാജീവിനെ സംബന്ധിച്ച് ഫണ്ടിന് ബുദ്ധിമുട്ടില്ല, അവർക്ക് ആൾബലമുണ്ട്, അവർക്ക് നാഷണൽ സപ്പോർട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിലെത്തി, അവർ പ്രതിപക്ഷ സ്ഥാനത്ത് ഭരണത്തിലെത്തി എന്നുള്ളൂ. ആ ഭരണത്തിലെത്തിയത് പോലും കോൺഗ്രസും CPM-ഉം വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഭരണം ഇല്ലാതാക്കാൻ കഴിയും. അത് അവിടെ മാത്രമല്ല, പാലക്കാടും ഇല്ലാതാക്കാൻ കഴിയും, അത് തൃപ്പൂണിത്തുറ ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ BJP ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പാലക്കാട്, തൃപ്പൂണിത്തുറ, തിരുവനന്തപുരം. കോൺഗ്രസും CPM വിചാരിച്ചാൽ, അവർ വിചാരിക്കുമെന്ന് അറിയില്ല, തിരുവനന്തപുരത്ത് കഷ്ടമായിരിക്കും. തിരുവനന്തപുരത്തോടെ അവരിത് ക്രോസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ വലിയൊരു മുന്നേറ്റം നടത്തിയെന്ന് പറയാൻ കഴിയില്ല. ഇനി വോട്ട് പെർസെൻറ്റേജ് നമുക്കിപ്പോഴും കണക്ക് ലഭ്യമല്ല. വോട്ട് പെർസെൻറ്റേജ് നോക്കുമ്പോഴാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് പെർസെൻറ്റേജ് അതിന് തൊട്ട് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും അതിന് മുമ്പുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും കുറവായിരുന്നു. പക്ഷേ ഇത്തവണ വോട്ട് പെർസെൻറ്റേജ് അവർ കൂടുതലുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിൻ്റെ വോട്ട് പെർസെൻറ്റേജ് കണക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ BJP അങ്ങനെ വലിയ മുന്നോട്ട് പോക്കുണ്ടായി എന്ന് കണക്കാക്കുന്നതിൽ കാര്യമില്ല. പിന്നെ സ്വാഭാവികമായ ഒരു അവരുടെ ഗ്രാജുവലി ഒരു വോട്ട് വളർച്ചയുണ്ട്, സീറ്റ് വളർച്ചയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പോലും കഴിഞ്ഞ 2020-ലോ 2025-ലോ നമുക്ക് ദൃശ്യമായ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഈ വിഷയം തലസ്ഥാന നഗരം നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും CPM. തലസ്ഥാന നഗരം നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം CPM-നും കോൺഗ്രസിനും ഒരുപോലെയുണ്ട്. കാരണം കോൺഗ്രസ് അവിടെ നേരത്തെ ദുർബലമായിട്ടുണ്ട്. ആ ദുർബലമായതിനു ശേഷമാണ് BJP അവിടെ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ CPM ദുർബലമാവുന്നു, അപ്പോൾ അവരെ അടിച്ചു കയറുന്നു. അപ്പോൾ CPM ദുർബലമാവുമ്പോൾ ഇപ്പോൾ നമ്മൾ മുമ്പ് സംസാരിച്ച CPM മുന്നോട്ട് വെച്ചൊരു കമ്മ്യൂണൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണോ തിരുവനന്തപുരം പോയതെന്ന് വെച്ചാൽ പൂർണ്ണമായി അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഒന്ന്, അവിടെ വൻതോതിലുള്ള കുത്തഴിഞ്ഞ ഭരണമായിരുന്നു. ഇപ്പോൾ സൊഹ്റാൻ മംദാനി ഷെയർ ചെയ്തതാണ് ആര്യ രാജേന്ദ്രൻ ജയിച്ചപ്പോൾ ന്യൂയോർക്കിന് വേണ്ടത് ഇങ്ങനത്തെ ഒരു മേയറാണെന്ന് പറഞ്ഞിട്ട് സൊഹ്റാൻ മംദാനി പണ്ട് ഷെയർ ചെയ്തതായിരുന്നു. സൊഹ്റാൻ മംദാനി വിജയിച്ചപ്പോൾ CPM ഹാൻഡിലുകൾ, സൈബർ ഹാൻഡിലുകൾ ഈ പഴയ ട്വീറ്റ് എടുത്ത് കുത്തിപ്പോക്കി ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നിഷ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സൊഹ്റാൻ മംദാനി എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നത്? CPM ഏത് പൊളിറ്റിക്കൽ സ്റ്റാൻഡിലാണ് സൊഹ്റാൻ മംദാനിയെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ 2 ചോദ്യങ്ങളും പ്രസക്തമാണ്. സൊഹ്റാൻ മംദാനി എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവർ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേയർ ആയതുകൊണ്ടാണ്, പിന്നെ ചെറുപ്പക്കാരി ആയതുകൊണ്ടാണ്. ഇനി സൊഹ്റാൻ മംദാനിയെ CPM സപ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ കാര്യത്തിലാണ്? അദ്ദേഹം സോഷ്യലിസ്റ്റാണ്, ലെഫ്റ്റാണ് എന്നുള്ളതുകൊണ്ടാണ്. അതിനപ്പുറം സൊഹ്റാൻ മംദാനി സോഷ്യലിസ്റ്റാണ്, ലെഫ്റ്റാണെന്നതിനപ്പുറം അദ്ദേഹം വളരെ വിശാലമായൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുന്ന ആളാണ്. ഐ എം എ മുസ്ലിം എന്ന് പറയുന്ന ഒരാളാണ്. 2, ഞാൻ ഒരു ക്വിയർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്ന് പരസ്യമായി പറയുന്ന ആളാണ്. അതുമാത്രവുമല്ല, അദ്ദേഹം വളരെ വിശാലമായ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് CPM-ന് കേരളത്തിലുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആ കമ്മ്യൂണൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒരിക്കലും CPM പിന്തുടരില്ലായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, അഴിമതി വലിയ തോതിലുണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, നിങ്ങൾ കൊല്ലത്തേക്ക് പോവുക. ഞാൻ തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ കാണുന്ന ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് പറയുന്നത് കൊല്ലത്താണ്. കൊല്ലം കോർപ്പറേഷൻ ഉണ്ടാക്കി ഒരിക്കൽ പോലും UDF അവിടെ അധികാരത്തിൽ വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, അത് അധികാരത്തിൽ വരാൻ തക്ക വിധത്തിലുള്ള അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു അവിടെ. ആ അഴിമതിയുടെ കൂത്തരങ്ങായതാണ് ഒരു തരത്തിലും വിസിബിൾ അല്ലാത്ത നേതാക്കൾ. ഇപ്പോൾ ഇന്ന് UDF-ൻ്റെ മേയർ സ്ഥാനാർത്ഥി വന്നിട്ട് ബൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഇത് ആരാണെന്ന് ഓർത്തു പോയില്ലേ? ഹഫീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മേയറാൻ പോവാണ്. അപ്പോൾ വളരെ ശക്തമായ ഈ എമർജൻസി UDF-ന് ഈ മേഖലകളിൽ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവരുടെ പിടിപ്പുകേടും കഴിവില്ലായ്മയും അഴിമതിയും കൊണ്ടാണ്. അത് കൊല്ലത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല, ശബരിമല തീരെ അഫക്റ്റ് ചെയ്തില്ല എന്ന് അതിന് തോന്നുന്നുണ്ടോ? സംഗതിയായി. ശബരിമല ഒരു സൈലൻറ്റ് കില്ലറാണ് ഇത്തവണ LDF-നെ സംബന്ധിച്ച്. അപ്പോൾ ഈ ശബരിമല വിവാദം ഉണ്ടായപ്പോൾ തൊട്ടുടനെയാണ്, നമ്മൾ അതിൻ്റെ ടൈം ലൈൻ ശ്രദ്ധിക്കണം, ശബരിമല വിവാദം ഉണ്ടാകുന്നതിൻ്റെ തൊട്ടുടനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ശക്തമായി ഉയർന്നു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള വിസ്പേഴ്സ് മീഡിയ ഫ്രട്ടേണിറ്റിക്കിടയ്ക്ക് നേരത്തെയും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി വേറൊരു നിക് നെയിമിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ മീഡിയ ഫ്രട്ടേണിറ്റിയുടെ ഇടയിൽ. അപ്പോൾ അത് അറിയാത്ത ആളുകൾ മീഡിയ ഫ്രട്ടേണിറ്റി ഇല്ല, അതിലുള്ള CPM-കാർക്ക് തന്നെ അറിയാം രാഹുൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. എന്തുകൊണ്ടാണ് CPM ആ ഒരു പ്രത്യേക സമയത്ത് അതിനെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആക്കുന്നത്? സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ്, CPM-ൻ്റെ സൈബർ ഹാൻഡിലൂടെയാണ്
ഈ വിസ്പർ പുറത്തേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി പരാതി പരസ്യമായി ഉന്നയിക്കുന്നതും മറ്റു ചിലർ അതിനെ എൻഡോഴ്സ് ചെയ്യുകയും പിന്നീട് അത് കേസായി മാറുന്നത്. അപ്പോൾ ശബരിമല വിഷയത്തെ കൗണ്ടർ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ടുവന്നാൽ മതി എന്ന് CPM തീരുമാനിക്കുകയാണ്. അത് തീർത്തും പഴച്ചുപോയി. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒരു ക്രൈമാണോ അല്ലയോ എന്നുള്ളതിനപ്പുറം അതിൻ്റെ എത്തിക്കൽ സ്റ്റാൻഡ്, അതിൻ്റെ മൊറാലിറ്റി, അതിനൊക്കെ അപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇപ്പോൾ പുറകെ നടക്കുന്നത് ഇത് മറയ്ക്കാനാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. കാരണം ശബരിമല എന്നത് കേരളത്തിൻ്റെ മതേതര മനസാക്ഷി, മതമനസാക്ഷിയല്ല, മതേതര മനസാക്ഷിയെ ആഴത്തിൽ സ്പർശിക്കുന്നൊരു വിഷയമാണ്. അത് CPM നേരത്തെ മനസ്സിലായിട്ടുള്ളതാണ്. ഏത് കാലത്ത്? 2019 ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് മനസ്സിലായിട്ടുള്ളതാണ്. എന്നിട്ടും അത് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നത് അതിന് മുമ്പും ശേഷമൊക്കെ ആയിട്ടാണ്. അത് പിന്നെയും തുടരാൻ ശ്രമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു തവണ സ്വർണ്ണക്കൊള്ള നടത്തി, അതാരും അറിഞ്ഞില്ല. പിന്നെയും ആ സ്വർണ്ണക്കൊള്ള നടത്താൻ ശ്രമിച്ചപ്പോഴാണ് ഹൈക്കോടതി കിഴക്കിന് പിടിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം അധാർമികമായിട്ടാണ് ശബരിമലയിൽ അഡ്മിനിസ്ട്രേഷൻ അവർ കൊണ്ടു നടക്കുക. അത് ഈ ശബരിമല ആരുടെ ഈ വികാരമാണ്? അതുകൂടി നമ്മൾ ആലോചിക്കണം. ശബരിമല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ട, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഹിന്ദുക്കളുടെ വികാരമാണ്. ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് CPM വോട്ട് ബാങ്കാണ്. CPM പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന തങ്ങളുടെ പ്രധാനപ്പെട്ട കോർ വോട്ട് ബാങ്കിൻ്റെ റിലീജിയസ് ആയിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സിൽ കയറി കളിക്കാനുള്ളൊരു ഔദ്ധത്യം, അത് പത്മകുമാറും വാസുവും മാത്രം അറിഞ്ഞ് നടന്ന കൊള്ളയായിട്ട് എനിക്ക് തോന്നുകയില്ല. അവർക്ക് മാത്രമായിട്ട് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുക്കുമായിരുന്നു പണ്ടേ CPM അവർ രണ്ടുപേരെയും എടുത്ത് വെളിയിൽ കളയുമായിരുന്നു. ഈ വിവാദം ഉണ്ടാകുമ്പോൾ എടുത്ത് പുറത്താക്കുമായിരുന്നു. പുറത്താക്കാൻ പറ്റില്ല. അതിന് മുകളിലേക്ക് കൂടി അത് അറിയാമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി മെമ്പറല്ലേ, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ എന്ന് പറഞ്ഞ് ഗോവിന്ദ മാഷ് വിളിക്കച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സെൻസിറ്റീവായ CPM തന്നെ അറിയാം തങ്ങളുടെ തന്നെ കാലിൽ വെടിവെക്കുന്ന ഒരു വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ വെളുക്കച്ചിരിച്ചുകൊണ്ട് ഈ വിഷയം മറയ്ക്കാം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോഴി എന്ന് വിളിച്ചുകൊണ്ട് ഈ വിഷയം മറയ്ക്കാമെന്ന് CPM കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയി എന്നതിൻ്റെ തെളിവാണ് കൊല്ലം ജില്ല. അത് തെറ്റിപ്പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ അത് UDF ഗുണം കിട്ടിയില്ല എന്നുള്ളൂ, ഗുണം കിട്ടിയത് BJPക്കാണ്. അപ്പോൾ ശബരിമല വിഷയം തീർച്ചയായിട്ടും CPM സംബന്ധിച്ച് സൈലൻറ്റ് കില്ലറാണ്. അത് പ്രത്യക്ഷത്തിലില്ല. അത് ശബരിമല നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ, 2019 പറഞ്ഞല്ലോ, അല്ലെങ്കിൽ 2021 നിങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. അതൊക്കെ ഏറ്റിട്ടുണ്ട്. ആളുകളുടെ ഉള്ളിൽ അതിന് മായാത്ത മുറിവായി ഇനിയും നിലനിൽക്കും. കാരണം CPM അടിയന്തരമായി ഇനി CPM അസംബ്ലി ഇലക്ഷനിൽ ഒരു നാണം കെട്ട തോൽവിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ശബരിമല വിഷയത്തിൽ അവർ പാർട്ടിക്ക് അകത്ത് തന്നെ കറക്ഷൻ വരുത്തണം, അവരുടെ നിലപാടിൽ കറക്ഷൻ വരുത്തണം. പത്മകുമാറിനെ എൻ വാസുവിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ സംരക്ഷിക്കുന്ന നിലപാട് അവർ പിൻവലിക്കണം. ഇല്ലെങ്കിൽ അതിദയനീയമായ നാണക്കേടിലാക്കിയായിരിക്കും അവർ അസംബ്ലി ഇലക്ഷനിൽ പോവുക. ദിവസം ഇപ്പോൾ ഞാൻ കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നമ്മൾ പറഞ്ഞ പോലെ സമീപകാലത്ത് എപ്പോഴെങ്കിലും കാണാത്ത വിധത്തിലുള്ള വലിയ വിജയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളോട് ഇപ്പം സംസാരിച്ച് വരികയാണ്. അതിൽ തന്നെ അവർ ലീഡർഷിപ്പിൻ്റെ ഒരു പെർഫോമൻസിനെ, സ്കില്ലിനെ നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്? പ്രത്യേകിച്ച് ഇപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളങ്ങൾക്കിടയിലും സങ്കീർണതകൾക്കിടയിൽ നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്നിട്ടും പക്ഷേ ഒരു അഭൂതപൂർവമായ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. സോ കോൺഗ്രസ് ലീഡർഷിപ്പിനെ, പ്രത്യേകിച്ച് നമ്മൾ VD സതീശനെ എങ്ങനെയാണ് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത്? ഇതിൽ നിഷാദ്, ഈ നമ്മളുടെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ജനറേഷണൽ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ്. നോക്കൂ, AK ആൻ്റണിയാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് സെറ്ററായിട്ട് എപ്പോഴും ഉണ്ടാവാറ്. ഒരു ഇലക്ഷൻ്റെ ഒരു ലാസ്റ്റ് ലെഗിൽ ഒരിറക്കമുണ്ട്, ഡൽഹിയിൽ നിന്ന് പാളിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ എനർജൈസ് ചെയ്യൽ എപ്പോഴും അദ്ദേഹമാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി പ്രസംഗിക്കും. അതാണ് പലപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു ഇലക്ഷൻ അതിൻ്റെ ടെമ്പോ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നോക്കുക, ആ ജനറേഷൻ മാറി. പഴയ ജനറേഷൻ ഇപ്പം AK ആൻ്റണി പ്രവർത്തന രംഗത്തില്ല, കരുണാകരനെ പോലുള്ള വലിയ മഹാമേരുക്കളായുള്ള നേതാക്കന്മാരില്ല. ഇതിൻ്റെ പുതിയൊരു ജനറേഷനാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത്. ആ ജനറേഷൻ്റെ സമ്പൂർണ്ണമായ അവരുടെ ഒരു മാനേജ്മെൻറ്റിൽ നടന്ന ഇലക്ഷനാണിത്. കഴിഞ്ഞ നിലമ്പൂർ, അതൊരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, അതിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. സാധാരണ നേരത്തെയുള്ള കോൺഗ്രസിൻ്റെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടെ പ്രൊഫഷണലായിട്ടുള്ള പല രീതികളും നമ്മളതിൽ കാണുന്നുണ്ട്. വലിയ നിലമ്പൂർ ഇലക്ഷൻ നമ്മളെടുക്കുക. നിലമ്പൂർ ഇലക്ഷന് ആക്ച്വലി വളരെ പ്രധാനപ്പെട്ട കുറേ പാഠങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആര്യാടൻ ഷൗക്കത്ത് ഏതെങ്കിലും നിലക്ക് സർവ്വസ്വീകാര്യനായ ഒരാളെ അല്ല. മുസ്ലിം ലീഗിന് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ ലോക്കൽ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ഡൈജസ്റ്റ് ചെയ്യാൻ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ വന്ന് ബോധ്യപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ഒടുവിൽ കരുളായിലൊക്കെ അവസാന ഘട്ടത്തിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അവിടുത്തെ വ്യാപാരി വ്യവസായികൾ ഏകോപന സമിതിക്കാർക്ക് പ്രശ്നമായിരുന്നു. അവരുടെ തന്നെ കൂട്ടത്തിലുണ്ട് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടിക്കാർക്ക് ഈ ആര്യാടൻ ഷൗക്കത്ത് സ്വീകാര്യന ഒരാളായിരുന്നില്ല. അങ്ങനത്തെ
സർവ്വസ്വീകാര്യനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി, സംഘടനക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ അൻവർ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുമെന്നായിരുന്നു ഇലക്ഷൻ്റെ തുടക്കത്തിലൊക്കെ വിചാരിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അൻവർ വേറെ നിലക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു, അല്ലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. CPM ഇറക്കിയിരിക്കുന്നതാകട്ടെ അവൈലബിൾ ബെസ്റ്റ് എന്ന് പറയാവുന്ന CPMന് കേരളത്തിൽ മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും മികച്ച 3 സ്ഥാനാർത്ഥികൾ, 5 സ്ഥാനാർത്ഥികളിൽ ഒരാൾ എന്ന് പറയാവുന്ന ഒരാൾ, നിലമ്പൂരുകാരൻ കൂടിയുള്ള M. സ്വരാജ്. ഇങ്ങനെയൊക്കെ ആയിട്ടും സംഘടനാ മെഷീനറി, മന്ത്രിമാർ എല്ലാം, ഭരണത്തിൻ്റെ പിന്തുണ എല്ലാമായി വലിയ തോതിൽ, കൂടാതെ ഈ പറയുന്ന വർഗീയ പ്രചാരണം, എല്ലാ നിലക്കുള്ള വർഗീയ പ്രചാരണം. പിന്നെ നിലമ്പൂരിൻ്റെ ഒരു റിലീജിയസ് ഡെമോഗ്രഫി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവായ മലപ്പുറത്തിൻ്റെ റിലീജിയസ് ഡെമോഗ്രഫി അല്ല അവിടെ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ ഇതല്ല. ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ് കോൺഗ്രസ് വെച്ചിരിക്കുന്നത്, പക്ഷേ ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമല്ല. ഇവരുടെ ഈ കമ്മ്യൂണൽ അജണ്ട സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മലയോര മേഖലയ്ക്ക് കൂടി ഉൾക്കൊള്ളുന്നൊരു സ്ഥലമാണ്. ഇതെല്ലാമായിട്ടും അവർ ഒരിക്കലും ഇല്ലാത്ത ഭൂരിപക്ഷത്തിൽ, അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ വിജയിച്ചിരിക്കും, വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുമെന്ന്, അൻവർ ഇല്ലെങ്കിലും വിജയിച്ചിരിക്കുമെന്ന് കട്ടായം പറയുന്നുണ്ട് ആര്? VD സതീശൻ. എന്ന് മാത്രമല്ല അൻവറുമായിട്ട് ഒരു റീകോൺസിലിയേഷൻ ടോക്കിന് പോകുന്നതിനെ പോലും അദ്ദേഹം പരസ്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. അൻവറിനെ ഒരർത്ഥത്തിൽ അൻവറിനെ അപമാനിക്കും വിധം അദ്ദേഹം അൻവറുമായിട്ടുള്ള ഇടപാടുകളെ നിരാകരിക്കുന്നുണ്ട്. പക്ഷേ വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, വിജയിച്ചു വരുന്നു. അപ്പോൾ ആ ഒരു സംഗതി ഒരു സ്വന്തം പാർട്ടി അണികളിലേക്കും മണ്ഡലത്തിലെ മനുഷ്യരും വോട്ടർമാരിലേക്കും ഏതോ നിലക്കുള്ള എനർജി പാസ് ചെയ്യാൻ VD സതീശന് സാധിക്കുന്ന ഒരു വസ്തുതയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ മുമ്പ് പറയുന്നത് ഒരു പോൾ ജീനിയസ് എന്ന് പറയാവുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. കാൽക്കുലേഷൻ സ്കില്ലുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ വോട്ട് യാത്രയിൽ അദ്ദേഹം ഒരു കണക്ക് പറയുന്നുണ്ട് വിജയത്തൂർ. ആ കണക്ക് അച്ചട്ടായിട്ട് എക്സാക്റ്റ് ആ കണക്കാണ് വരുന്നത്. ഇത് സാധാരണ ഈ നിലക്കുള്ള ഒരു കാൽക്കുലേഷൻ ആരുടെ നമ്മൾ കേൾക്കാറുള്ളത്? CPM ആരുന്നാണ്. കാരണം CPMന് സംഘടനാ സംവിധാനം, കാരണം അവർക്ക് കൃത്യമായിട്ട് നിലമ്പൂരിലെ അൻവർ മത്സരിച്ചാലേ ഷൗക്കത്ത് ജയിക്കുമായിരുന്നുള്ളൂ എന്ന കാൽക്കുലേഷനാണ് വിജയിച്ചത്. അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷൗക്കത്ത് തോറ്റു പോകുമായിരുന്നു. കാരണം നെഗറ്റീവ് വോട്ട് അൻവർ പിടിച്ചു. അതേഗൻ ഒരു മണ്ഡലത്തെക്കുറിച്ച് മണ്ഡലത്തിൻ്റെ മനസ്സറിയാവുന്ന പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുന്ന സംഗതിയാണല്ലോ. അപ്പോൾ അതിന് സാധാരണഗതിയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കുന്നു. അതിലേക്ക് സംഘടനാ ശരീരത്തെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു, പ്രോപ്പറായിട്ടുള്ള റിവ്യൂ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികൾ കോൺഗ്രസ്സിൽ നമ്മൾ പരിചയമില്ലാത്ത പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയായിരിക്കാം ഞാൻ പറഞ്ഞു, ഈ പഞ്ചായത്ത് നഗരപാലിക സംവിധാനം വന്നതിന് ശേഷമുള്ള ഏറ്റവും തമ്പിങ് എന്ന് പറയാവുന്ന ഒരു മെജോറിറ്റിയിൽ ഇവർ ജയിക്കുകയാണ്. അപ്പോൾ അതിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അടുത്ത അസംബ്ലി ആണല്ലോ, അടുത്ത ലക്ഷ്യ അസംബ്ലിയാണ്. അപ്പോൾ ഇത്രയും വലിയ വിജയം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അസംബ്ലി കടക്കാം എന്ന ഉറപ്പ് കോൺഗ്രസ്സിന് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് എന്താ സംഭവിക്കാൻ പോവുക എന്നുള്ളൊരു പ്രശ്നം അതെല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു വിജയത്തിന് ഒരുപാട് അവകാശികളുണ്ടാവും. പക്ഷേ സതീശൻ CLP ലീഡറായിട്ട്, കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറായി വന്നതിന് ശേഷം ഈ ഒരു ട്രെൻഡ് സൃഷ്ടിക്കുന്ന അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അത് പാർട്ടി അണികൾ അത് അംഗീകരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി ലീഡർഷിപ്പ് അത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു യൂണിഫൈഡ് ലീഡർഷിപ്പിൻ്റെ കീഴിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് അസംബ്ലി വളരെ എളുപ്പമായിരിക്കും. പക്ഷേ അതോടൊപ്പം ഒരു ഘടകമുള്ളത്, ഇപ്പം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഘടകം, ഇതും കൂടെ മനസ്സിലാക്കും. കോട്ടയത്ത് അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അവരുടെ പ്രധാന ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് ഇല്ലാതെയാണ് ആ മുന്നേറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നിപ്പം നിഷാദ് സണ്ണിയായിട്ട് സംസാരിക്കുമ്പം ജോസ് കെ മാണിയെ കൂടെ കൂട്ടുവന്ന് ചോദിച്ചപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവർക്കും സ്വാഗതമാണ്. അത് വളരെ പ്രധാനം. UDFനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിജയം എന്നുള്ളത് ഒക്കെ പല ഘടകങ്ങൾ അതിനകത്തുണ്ടാവും. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞാണ്, UDF എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുന്നണി എന്നതിനേക്കാളുള്ള ഉപരി അതൊരു സാമൂഹിക മുന്നണിയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് കൂടെയുള്ള UDF എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആരോഗ്യത്തിന്, ഞാൻ പറയുന്നത് സാമാജിക ആരോഗ്യത്തിന് നല്ലൊരു കാര്യം. അപ്പോൾ എന്തെങ്കിലും ഒരു ദുരഭിമാനത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് ഇത്രയും ജോസ് കെ മാണി ഇല്ലാതെ തന്നെ ഞങ്ങൾ ഇത്രയും മുന്നേറിയില്ല എന്ന ദുരഭിമാനത്തിൻ്റെ പുറത്ത് മാറ്റി നിർത്തേണ്ട ഒരാളല്ല ജോസ് കെ മാണി എന്നാണ് ഞാൻ പറയുക. അത് വേറെ നിലക്കുള്ള ഒരു കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഇക്വേഷന് ഗുണകരമായിട്ടുള്ളത് കേരള കോൺഗ്രസ് മാണി കൂടെ ഉള്ള UDF ആയിരിക്കും. അപ്പോൾ ഇനി മുന്നണി വികസിപ്പിക്കാൻ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പറ്റിയ സന്ദർഭമാണിത്. കാരണം അന്തസ്സോടെ ആളുകളെ വിളിക്കാൻ പറ്റും. എന്താണല്ലോ വലിയ ബാർഗൈനിങ്ങിനൊന്നും ജയിച്ച എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി, അതെ, ജോസ് കെ മാണി എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്.